Hi all, welcome to Wings to Win Education. The Production Possibility Frontier (PPF) or otherwise known as the Production Possibility Curve, that is PPC. What is PPC or PPF? Due to scarcity of resources, we cannot satisfy all our wants. നമുക്കറിയാം ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഈ ഒരു ആശയത്തിൽ നിന്നുമാണ് എക്കണോമിക്സ് ഡിസിഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ സ്കേഴ്സിറ്റി ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യണം. Even if an economy uses all its resources in the best possible manner, its capabilities are restricted due to scarcity of resources. ഒരു ഫേം അതിൻ്റെ എല്ലാ റിസോഴ്സസും എല്ലാ വിഭവങ്ങളെയും പോസിബിളായ മാനറിൽ അതിൻ്റെ എല്ലാ കപ്പബിലിറ്റീസിനെയും യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടി സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. As we cannot have everything that we want, we are forced to make economic decision. അതുകൊണ്ട് തന്നെ ആ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത്, എല്ലാ വാണ്ട്സും ഒരേ സമയം സാധ്യമാക്കുക എന്നുള്ളത് എന്തല്ല, പോസിബിൾ അല്ല. ആ സമയത്താണ് നമ്മൾ എന്തിന് നിർബന്ധിതമാവുന്നത്? ഇക്കണോമിക്സ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധിതമാവുന്നത്. These decisions take the form of choices among alternative goods and services that will best satisfy our wants. ഈ ഡിസിഷൻ എന്ന് പറയുന്നത്, ഈ ഇക്കണോമിക് ഡിസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഓൾട്ടർനേറ്റീവ് ഗുഡ്സ് അവൈലബിൾ ആണ് അല്ലേ, മെനി ചോയ്സസ് അവൈലബിൾ ആണ്, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ചോയ്സസ് അവൈലബിൾ ആണ്. ഈ ചോയ്സസിൽ നിന്നും നമ്മുടെ വാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു ബെസ്റ്റ് ഡിസിഷൻ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. Thus, the society must decide what to produce out of an almost infinite range of possibilities. ഒരു സൊസൈറ്റീൻ്റെ കേസിൽ ഇൻഫിനിറ്റ് റേഞ്ച് ഓഫ് പോസിബിലിറ്റീസ്, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഇൻഫിനിറ്റ് റേഞ്ച് ഓഫ് പോസിബിലിറ്റീസ് അവൈലബിൾ ആയിട്ട് വരും. അതിൽ നിന്നും വാട്ട് ടു പ്രൊഡ്യൂസ് എന്നുള്ളത് ആ ഒരു സൊസൈറ്റി ഡിസൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. As the choice is to be made between infinite possibilities, the economists assumed a very basic economy with only two goods. ഇത്തരം ചോയ്സ് നിലനിൽക്കെ തന്നെ, ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് നിലനിൽക്കെ തന്നെ ഇക്കണോമിസ്റ്റുകൾ നമ്മുടെ ബേസിക് ഇക്കോണമി ആയിട്ടുള്ള ടു ഗുഡ്സ് അടങ്ങിയിട്ടുള്ള ഒരു ബേസിക് ഇക്കോണമീനെയാണ് അനലൈസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു പഠനത്തിൻ്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, കൺവീനിയൻസിന് വേണ്ടിയിട്ട് ടു ഗുഡ്സ് മാത്രമേ ഒരു ഇക്കോണമി അല്ലെങ്കിൽ ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു അസംഷനിലാണ് ഈ ഒരു ഇക്കണോമിസ്റ്റുകൾ അവരുടെ അനാലിസിസ് നടത്തിയിട്ടുള്ളത്. Economists have traditionally represented this range of choices by what they call a production possibility schedule. ഈ PPF അനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? PPF ഷെഡ്യൂൾ അല്ലെങ്കിൽ PPC ഷെഡ്യൂൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് PPC ഷെഡ്യൂൾ കാണിക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ A മുതൽ G വരെയുള്ള കോമ്പിനേഷൻസിനെ അല്ലെങ്കിൽ പോസിബിലിറ്റീസിനെയാണ് ഈ ഒരു ഫസ്റ്റ് കോളം കാണിക്കുന്നത്. ആ ഒരു ഇക്കോണമി ഗൺസ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ടു ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഫസ്റ്റ് എല്ലാ റിസോഴ്സസിനെയും എന്ത് ചെയ്യാണ്? ഗൺസും ബട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ എത്ര യൂണിറ്റ്സ് ഓഫ് ഗൺസും എത്ര യൂണിറ്റ്സ് ഓഫ് ബട്ടറും ഒരേ സമയം ലഭ്യമാവും എന്നുള്ളതാണ് എന്ത് കാണിക്കുന്നത്? PPF കാണിക്കുന്നത്. A മുതൽ G വരെയുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. ഈ A എന്ന് പറയുന്ന കോമ്പിനേഷനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് ഫോക്കസ് ചെയ്യിപ്പിച്ചാൽ എല്ലാ റിസോഴ്സസും ഗൺസ് എന്ന് പറയുന്ന ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ റിസോഴ്സസിനെയും ഗൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ 21 യൂണിറ്റ്സ് ഓഫ് ഗൺസ് നമുക്ക് ലഭിക്കും. അതുപോലെ 0 യൂണിറ്റ്സ് ഓഫ് ബട്ടർ മാത്രമേ ലഭ്യമാവൂ. കാരണം ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റിസോഴ്സസും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇനി G എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്താൽ 0 യൂണിറ്റ്സ് ഓഫ് ഗൺസും 6 യൂണിറ്റ്സ് ഓഫ് ബട്ടറുമാണ് ലഭിക്കുന്നത്. എല്ലാ റിസോഴ്സസിനെയും ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ 6 യൂണിറ്റ്സ് ഓഫ് ബട്ടറും 0 യൂണിറ്റ്സ് ഓഫ് ഗൺസുമാണ് ലഭിക്കുന്നത്. ഇനി B to F എന്ന് പറയുന്ന പോയിന്റ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റിസോഴ്സസിനെ ഗൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഗൺസിൻ്റെയും ബട്ടറിൻ്റെയും എത്ര തരം കോമ്പിനേഷൻസ് ലഭ്യമാവും എന്നുള്ളതാണ് ഈ ഒരു PPF ഷെഡ്യൂൾ അല്ലെങ്കിൽ PPC ഷെഡ്യൂൾ കാണിക്കുന്നത്. When this schedule is graphically represented, it is called production possibility frontier or production possibility curve, that is PPF or PPC. ഈ ഒരു ഷെഡ്യൂളിനെ നമ്മൾ
കേർവിലേക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് PPF അല്ലെങ്കിൽ PPC. Production possibility frontier refers to graphical representation of possible combinations of two goods that can be produced with given resources and technology. ഒരു PPF എന്താണ് കാണിക്കുന്നത്? Given resources and technologies യൂസ് ചെയ്തിട്ട് ഒരു ഇക്കോണമിക്ക് അല്ലെങ്കിൽ ഒരു ഫേമിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ടു ഗുഡ്സിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസിനെയാണ് PPF കാണിക്കുന്നത്. എല്ലാ റിസോഴ്സസും ടെക്നോളജിയും ടു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ ആ ടു ഗുഡ്സിൻ്റെ മാക്സിമം പോസിബിൾ കോമ്പിനേഷൻസ് എത്ര ലഭ്യമാവും എന്നുള്ളതാണ് PPF അല്ലെങ്കിൽ PPC കാണിക്കുന്നത്. Alternately, PPF is the locus of various possible combinations of two goods that can be produced with given resources and technology. എന്താണ് ലോക്കസ് ഓഫ് വാരിയബിൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സിന്റെ വാരിയസ് പോസിബിൾ കോമ്പിനേഷൻസിനെയാണ് PPF കാണിക്കുന്നത്. ഗിവൺ റിസോഴ്സസും ടെക്നോളജിയും യൂസ് ചെയ്തിട്ട് ആ ഒരു ഫേമിന് അല്ലെങ്കിൽ ആ ഒരു ഇക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ടു കമ്മോഡിറ്റീസിന്റെ വാരിയസ് പോസിബിൾ കോമ്പിനേഷൻസിനെയാണ് PPF അല്ലെങ്കിൽ PPC കാണിക്കുന്നത്. ഇനി മെയിൻ അസംഷൻ എന്ന് പറയുന്നത് ഓൺലി ടു ഗുഡ്സ് ആർ ടേക്കൺ എന്നുള്ളതാണ്. ദ ടു ഗുഡ്സ് ഹാവ് ടേക്കൺ ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് സിംപ്ലിസിറ്റി ആൻഡ് ഈസി അണ്ടർസ്റ്റാൻഡിങ്. ഈ ഒരു ഇക്കോണമിയിൽ ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഒരുപാട് ഗുഡ്സ് ഓഫ് സർവീസസിന്റെ കോമ്പിനേഷൻസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ ഒരു തിയറി ആയിട്ട് പഠിക്കുക അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്, ഈസി സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടു ഗുഡ്സ് മാത്രമേ ഒരു ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു അസംഷനിലാണ് ഈ ഒരു PPC നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ടേബിൾ ആൻഡ് ഫിഗർ ഷോസ് ദി PPC ഓഫ് ഗൺസ് ആൻഡ് ബട്ടർ. നമ്മൾ ഗൺസ് ബട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ടു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഷെഡ്യൂളാണ്, PPC ഷെഡ്യൂളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ ഷെഡ്യൂളിനെ തന്നെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്രാഫിക്കലി ഒരു കേർവായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം A എന്ന് പറയുന്ന പോയിന്റിൽ 21 യൂണിറ്റ്സ് ഓഫ് ഗൺസും 6 യൂണിറ്റ്സ് ഓഫ് ബട്ടറുമാണ് 21 യൂണിറ്റ്സ് ഓഫ് ഗൺസും 0 യൂണിറ്റ്സ് ഓഫ് ബട്ടറുമാണ് ലഭിക്കുന്നത്. G എന്ന് പറയുന്ന പോയിന്റിൽ 6 യൂണിറ്റ്സ് ഓഫ് ബട്ടറും 0 യൂണിറ്റ്സ് ഓഫ് ഗൺസുമാണ് ലഭിക്കുന്നത്. BCDEF എന്ന് പറയുന്ന 5 പോയിന്റ്സ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഗൺസിന്റെയും ബട്ടറിന്റെയും ഡിഫറെന്റ് കോമ്പിനേഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ ഒരു ഷെഡ്യൂളിനെ ഇതേപോലെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, PPF എന്ന് പറയുന്ന ഒരു കേർവ് നമുക്ക് കിട്ടും. ഇതാണ് PPF അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേർവ് എന്ന് പറയുന്നത്. If the economy uses all its resources to produce only guns, then maximum of 21 units of guns and no butter can be produced. നമ്മൾ പറഞ്ഞ പോലെ A എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് കാണിക്കുന്നു, എല്ലാ റിസോഴ്സസിനെയും ഗൺസ് എന്ന് പറയുന്ന ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ആ സമയത്ത് A എന്ന് പറയുന്ന കോമ്പിനേഷൻ ലഭിക്കുമ്പോൾ ആ A എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 21 ഗൺസും 0 ബട്ടറുമാണ് നമുക്ക് ലഭ്യമാവുന്നത്. On the other hand, if all resources are used for butter, then maximum 6 units of butter and no guns can be produced. പോയിന്റ് ജിയിൽ എന്താണ്, എല്ലാ റിസോഴ്സസും ബട്ടർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ 6 യൂണിറ്റ്സ് ഓഫ് ബട്ടറും 0 യൂണിറ്റ്സ് ഓഫ് ഗൺസുമാണ് നമുക്ക് ലഭ്യമാവുന്നത്. In between, there are various possibilities with different combination of guns and butter. ഈ ജിക്കും എക്കും ഇടയിൽ BCDEF അതുപോലെ തന്നെ വാരിയസ് കോമ്പിനേഷൻസ് ഉണ്ട്. എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന, ഗൺസിനെയും ബട്ടറിന്റെയും ഡിഫറെന്റ് കോമ്പിനേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന വാരിയസ് കോമ്പിനേഷന് ഈ ഒരു കേർവിൽ അവൈലബിൾ ആണ്. When points A, B, C, D, E, F and G are joined, we get a curve AG known as production possibility frontier or production possibility curve. ഈ എനെയും ജിനെയും ജോയിൻ ചെയ്ത് ഒരു കേർവ് വരച്ചാൽ ആ കേർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, PPC അല്ലെങ്കിൽ PPF എന്ന് പറയുന്നത്. AG curve shows the maximum limit of production of guns and butter. ഗൺസിന്റെയും ബട്ടറിന്റെയും മാക്സിമം പോസിബിൾ ലിമിറ്റ് ആണ്, മാക്സിമം ലിമിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് PPF കാണിക്കുന്നത്. അല്ലെങ്കിൽ ഈ AG എന്ന് പറയുന്ന PPF എന്തിനെ കാണിക്കുന്നു, ഗൺസിന്റെയും ബട്ടറിന്റെയും മാക്സിമം പോസിബിൾ കോമ്പിനേഷൻസിനെയാണ് കാണിക്കുന്നത്. Assumptions of
PPF. PPFന്റെ assumptions എന്തൊക്കെയാണെന്ന് നോക്കാം. The amount of resources in an economy is fixed, but these resources can be transformed from one use to another. Amount of resources എന്ന് പറയുന്നത് ഒരു എക്കോണമിനെ സംബന്ധിച്ച് ഫിക്സ്ഡ് ആണ്. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു റിസോഴ്സസിനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും. ഒരു യൂസിൽ നിന്നും മറ്റൊരു യൂസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും. സെക്കൻഡ് assumption എന്താണ്? With the help of given resources, only two goods can be produced. Given resources ഉപയോഗിച്ചിട്ട് two goods മാത്രമേ ഒരു ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. Then 3, the resources are fully and efficiently utilized. അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫുള്ളി ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോർത്ത് വൺ ഈസ് റിസോഴ്സസ് ആർ നോട്ട് ഈക്വലി എഫിഷ്യൻറ്റ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഓൾ പ്രോഡക്ട്സ്. ഓൾ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ റിസോഴ്സസും എന്തല്ല? ഈക്വലി എഫിഷ്യൻ്റ് അല്ല. എല്ലാ പ്രൊഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ റിസോഴ്സസും എഫിഷ്യൻ്റ് അല്ല. സോ വെൻ റിസോഴ്സസ് ആർ transferred from production of one good to another, the productivity decreases. അതുകൊണ്ട് തന്നെ റിസോഴ്സസ് ഒരു പ്രൊഡക്ഷനിൽ നിന്നും മറ്റൊരു ഗുഡിൻ്റെ പ്രൊഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്, ആ ഒരു റിസോഴ്സസിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ദി ലെവൽ ഓഫ് ടെക്നോളജി ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റന്റ്. ലാസ്റ്റ് അസംപ്ഷൻ ആണ് ലെവൽ ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് ലാസ്റ്റ് അസംപ്ഷൻ. ഇനി മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ദാറ്റ് ഈസ് MOC. വാട്ട് ഈസ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? MOC refers to the number of units of a commodity sacrificed to gain one additional unit of another commodity. അതായത് ടു ഗുഡ്സ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ഒരു ഗുഡിന്റെ അഡീഷണൽ യൂണിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മറ്റേ ഗുഡിന്റെ എത്ര യൂണിറ്റ്സ് നമ്മൾ സാക്രിഫൈസ് ചെയ്തു, ഗിവൺ അപ്പ് ചെയ്തു, മറ്റേ ഗുഡിന്റെ എത്ര യൂണിറ്റ്സ് നമ്മൾ ത്യജിച്ചു എന്നുള്ളതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാണിക്കുന്നത്. In case of PPF, MOC is always increasing. PPFന്റെ കേസിൽ MOC എല്ലാ സമയത്തും ഇൻക്രീസിങ് ആയിരിക്കും. More and more units of commodity have to be sacrificed to gain additional unit of another commodity. Another commodityനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? More and more units of commodity എപ്പോഴും സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. Marginal rate of transformation. What is marginal rate of transformation or MRT? MRT is the ratio of number of units of a commodity sacrificed to gain an additional unit of another commodity. നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ട് മറ്റു കമ്മോഡിറ്റിന്റെ എത്ര യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്തു, ഇത് തമ്മിലുള്ള റേഷ്യോനെയാണ് MRT കാണിക്കുന്നത്. ആക്ച്വലി MRT ഈസ് ദി സ്ലോപ്പ് ഓഫ് PPF എന്നുള്ളതാണ്. MRT നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ യൂണിറ്റ് സാക്രിഫൈസ്ഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ യൂണിറ്റ്സ് ഗെയിൻഡ്. എത്ര യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്തു അതിനെ എത്ര യൂണിറ്റ്സ് ഗെയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇൻ ദി ഗിവൺ എക്സാമ്പിൾ ഓഫ് ഗൺസ് ആൻഡ് ബട്ടർ വി ഹാവ് MRT ഓഫ് ഡെൽറ്റ ഗൺസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ബട്ടർ. നമ്മുടെ ഈ ഒരു ഗൺസും ബട്ടറും എന്നുള്ള ഈ ഒരു എക്സാമ്പിളിൽ MRT എങ്ങനെ വരും? ഡെൽറ്റ ഗൺസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ബട്ടർ. എത്ര ഗൺസ് സാക്രിഫൈസ് ചെയ്തു അതിന് എത്ര ഗൺസ് ബട്ടർ ഏൺ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. According to table, units of guns and 1 unit of butter can be produced by utilizing the resources fully and efficiently. If the economy decided to produce 2B, then it has to cut down production of guns by 2 units. In the given case, 2G is the opportunity cost of producing 1B. That is, MRT is 2G is to 1B. അതായത് നമ്മൾ അസ്യൂം ചെയ്യുക, ഇവിടെ നമ്മൾ ഇത്രയും നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള അതേ ഒരു ടേബിൾ തന്നെയാണ്. അതിലേക്ക് നമ്മൾ ഇതിൽ നിന്നും MOCയും MRTയും കാണുകയാണ് ചെയ്യുന്നത്. ഇവിടെ B എന്നുള്ള ഒരു കോമ്പിനേഷൻ നോക്കുക. 20 യൂണിറ്റ്സ് ഓഫ് ഗൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 1 യൂണിറ്റ് ഓഫ് ബട്ടറുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബട്ടറിന്റെ എണ്ണം, ബട്ടറിന്റെ യൂണിറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കണം എന്ന് വെച്ചോ. ഒരു എക്കോണമി ബട്ടറിന്റെ ഡിമാൻഡ് കൂടുന്നു, അപ്പോൾ നമുക്ക് ബട്ടർ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ 1ൽ നിന്നും 2 യൂണിറ്റ്സ് ആയിട്ട് ബട്ടറിന്റെ യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യിപ്പിച്ചു. അതായത് 1 അഡീഷണൽ യൂണിറ്റ് ഓഫ് ബട്ടർ നമുക്ക് ലഭ്യമാവണം. ആ സമയത്ത് എന്ത് C എന്നുള്ള കോമ്പിനേഷൻ ആണ് വരുന്നത്. അവിടെ 18 യൂണിറ്റ്സ് ഓഫ് ഗൺസ് മാത്രമേ കിട്ടൂ. 2 യൂണിറ്റ്സ് ഓഫ് ബട്ടർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 18 യൂണിറ്റ്സ് ഓഫ് ഗൺസ് മാത്രമേ നമുക്ക് ലഭ്യമാവൂ. 20ൽ നിന്നും 18 ആയിട്ട് എന്ത് കുറഞ്ഞു? ഗൺസ് കുറഞ്ഞു. അതായത് ഗൺസിന്റെ അളവിൽ കുറവ് വരുത്തിയാൽ മാത്രമേ ബട്ടറിന്റെ അളവ് കൂട്ടാൻ സാധിക്കൂ. അപ്പോൾ 1 യൂണിറ്റ് ബട്ടർ എക്സ്ട്രാ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 യൂണിറ്റ് ഓഫ് ഗൺസ് നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കാരണം 20ൽ നിന്നും 18 ആയിട്ട് എന്ത് കുറഞ്ഞു?
ഗൺസിന്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ 2 യൂണിറ്റ്സ് ഇവിടെ നമ്മൾ സാക്രിഫൈസ് ചെയ്തു. ഇങ്ങനെ എത്ര സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ് MOC കാണിക്കുന്നത്. ഇവിടെ സാക്രിഫൈസ് ചെയ്ത എണ്ണം എത്രയാണ്? 2 ആണ്. ഇനി നെക്സ്റ്റ് അഡീഷണൽ 1 യൂണിറ്റും കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ 2ൽ നിന്ന് 3 ആയിട്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ 18ൽ നിന്നും 15 ആയിട്ട് ഗൺസിന്റെ എണ്ണം കുറയ്ക്കേണ്ടതായിട്ട് വരുന്നു. അതായത് 3 യൂണിറ്റ്സ് നമുക്ക് കുറയ്ക്കേണ്ടതായിട്ട് വരും, സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 3 ആണ്. ഇങ്ങനെയാണ് MOC കാണുന്നത്. എത്ര സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ് MOC കാണുന്നത്. നമുക്കറിയാം മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. PPFന്റെ കേസിൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ഇൻക്രീസിങ്. ദെൻ MRT. എങ്ങനെയാണ് MRT കാണുന്നത്? ഡെൽറ്റ ഗൺസ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ബട്ടർ. അതായത് എത്ര സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതിനെ എത്ര ഗെയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി 20 യൂണിറ്റ്സിൽ നിന്നും 80 ആയിട്ട് നമ്മൾ ഗൺസിനെ റെഡ്യൂസ് ചെയ്താലേ 1 യൂണിറ്റിൽ നിന്നും 2 യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് ബട്ടർ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഡെൽറ്റ ഗൺസ് എത്ര സാക്രിഫൈസ് ചെയ്തു എന്നുള്ളതാണ് ഡെൽറ്റ ഗൺസ് എത്രയാണ്? 2 ആണ് വരുന്നത്. ഇതിൽ വരുന്ന ചേഞ്ച് 20ൽ നിന്നും 18ലേക്ക് വരുമ്പോൾ എത്രയാണ് മാറ്റം? ഡെൽറ്റ 2 ആണ്. അതുകൊണ്ട് 2 ഗൺസ് ആണ് നമ്മൾ സാക്രിഫൈസ് ചെയ്തത്. ദെൻ 1ൽ നിന്നും 2 ആയിട്ട് ബട്ടറിനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്തു? 1 യൂണിറ്റ്. അപ്പോൾ 2:1 എന്ന് വരും. അല്ലെങ്കിൽ 2/1 എന്നുള്ളതാണ് നമ്മുടെ എന്ത് വരുന്നത്? MRT വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും കാണുന്നത് എത്ര സാക്രിഫൈസ് ചെയ്തു ഡിവൈഡഡ് ബൈ എത്ര ഗെയിൻ ചെയ്തു എന്നുള്ളതാണ് MRT. ഇതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും MRTയും. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താ കാണിക്കുന്നത്? എത്ര സാക്രിഫൈസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് വരുന്നത്. അതേസമയം അതിന്റെ റേറ്റിനെയാണ് സാക്രിഫൈസ് ചെയ്തതിന്റെയും ഗെയിൻ ചെയ്തതിന്റെയും റേഷ്യോനെയാണ് MRT റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ MRT ആണ് PPFന്റെ സ്ലോപ്പ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PPFന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ, PPF സ്ലോപ്സ് ഡൗൺവേർഡ്സ്. PPF എന്ത് ചെയ്യുന്നു? ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്യുന്നു. PPF shows all the maximum possible combinations of 2 goods which can be produced with the available resources and technology. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ടെക്നോളജിയും യൂസ് ചെയ്താൽ 2 ഗുഡ്സിന്റെ മാക്സിമം പോസിബിൾ കോമ്പിനേഷൻസ് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് PPF കാണിക്കുന്നത്. ഇൻ സച്ച് എ കേസ് മോർ ഓഫ് 1 ഗുഡ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ ടേക്കിംഗ് റിസോഴ്സസ് അവേ ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് അനദർ ഗുഡ്. ഒരു ഗുഡിന്റെ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ ഗുഡിൽ നിന്നും റിസോഴ്സസ് ഈ ഫസ്റ്റ് ഗുഡിലേക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ട്രാൻസ്ഫോം ചെയ്യേണ്ടതായിട്ട് വരും. As there exists an inverse relationship between changes in quantity of one commodity and changes in quantity of other commodity, PPF slopes downward from left to right. As there exists an inverse relationship ആണ് കാണിക്കുന്നത് അല്ലെ. ഈ ഒരു 1 ഗുഡും 2nd ഗുഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. കാരണം ഒരു ഗുഡിന്റെ എക്സ്ട്രാ യൂണിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേ ഗുഡിന്റെ ഒരു യൂണിറ്റ്സ് നമ്മൾക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഈ ഒരു ഇൻവേഴ്സ് റിലേഷൻ ഉള്ളത് കൊണ്ടാണ് PPF സ്ലോപ്സ് ഡൗൺവേർഡ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് വൺ, PPF ഈസ് കോൺകേവ് ഷേപ്പ്ഡ്. PPFന്റെ ഷേപ്പ് എന്താണ്? കോൺകേവ് ടു ഒറിജിൻ ആണ് അല്ലെ. നമ്മൾ കോൺകേവ് ഷേപ്പാണ് PPFന് അല്ലെങ്കിൽ PPCക്ക് കണ്ടത്. PPF ഈസ് കോൺകേവ് ഷേപ്പ്ഡ് ബിക്കോസ് ഓഫ് ഇൻക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ പറഞ്ഞു മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്രീസിങ് ആണ്. അതുകൊണ്ടാണ് PPFന് എന്ത് വന്നിട്ടുള്ളത്? ഒരു കോൺകേവ് ഷേപ്പ് വന്നിട്ടുള്ളത്. മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് 1 കമ്മോഡിറ്റി ആർ സാക്രിഫൈസ് ടു ഗെയിൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് അനദർ കമ്മോഡിറ്റി അല്ലെ. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസിങ് ആണ് എന്നുള്ളതിന് അർത്ഥം എന്താണ്? ഒരു ഗുഡിന്റെ അഡീഷണൽ യൂണിറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ മറ്റു ഗുഡിന്റെ മോർ ആൻഡ് മോർ യൂണിറ്റ്സ് നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. In the given example, units of guns sacrificed to keep on increasing each time to increase production of 1 unit of butter. നമ്മൾ ബട്ടറും ഗൺസിന്റെയും എക്സാമ്പിളിൽ എന്താണ് സംഭവിച്ചത്? ബട്ടറിന്റെ എണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ ബട്ടറിന്റെ യൂണിറ്റ്സ് നമുക്ക് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന ഗണ്ണിന്റെ അളവ് കൂടി കൂടി വരുന്നുണ്ട്. Due to increasing marginal opportunity cost, PPF becomes more and more steep as we move from point A to G. നമ്മൾ പോയിന്റ് A to G ഇങ്ങനെ എയിൽ നിന്നും ജിയിലേക്ക് പോകും തോറും എന്താണ്
മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസിങ് ആണ് കാണിക്കുന്നത്. അതിനർത്ഥം PPF എന്താണ്, മോർ സ്റ്റീപ്പർ ആയിട്ട് മാറുന്നുണ്ട്. ടെക്നിക്കലി എ കർവ് വിത്ത് ആൻ ഔട്ട്വേർഡ് ബെൻഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് കോൺകേവ് ടു ദി ഒറിജിൻ. കോൺകേവ് ടു ദി ഒറിജിൻ എന്നാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഔട്ട്വേർഡ് ബെൻഡിങ് കർവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വെദർ എക്കോണമി വിൽ ഓൾവേസ് ഓപ്പറേറ്റ് ഓൺ PPF. എപ്പോഴും ഒരു എക്കോണമി PPFനകത്ത് അല്ലെങ്കിൽ ആ ഒരു PPFന്റെ കർവ് ഉണ്ടല്ലോ, ആ കർവിൽ തന്നെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. It must be remembered that PPF does not show the point at which the economy will actually operate. അപ്പം എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണ്, PPF does not show the point at which the economy will actually operate. PPF എപ്പോഴും കാണിക്കുന്നത് ഒരു എക്കോണമി എല്ലാ സമയത്തും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആക്ച്വൽ പ്രൊഡക്ഷൻ ഏരിയ അല്ല എന്നുള്ളതാണ്. ഇറ്റ് ഓൺലി ഷോസ് ദ മാക്സിമം അവൈലബിൾ പോസിബിലിറ്റീസ് വിച്ച് ആൻ ഇക്കോണമി ക്യാൻ പ്രൊഡ്യൂസ്. ഒരു ഇക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം പോസിബിലിറ്റീസ് മാത്രമാണ് എന്ത് കാണിക്കുന്നത്, PPC അല്ലെങ്കിൽ PPF കാണിക്കുന്നത്. ദി എക്സാക്ട് പോയിന്റ് ഓഫ് ഓപ്പറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വെൽ ദ റിസോഴ്സസ് ഓഫ് ദി എക്കോണമി ആർ യൂസ്ഡ്. എക്സാക്ട് പോയിന്റ്, ഒരു എക്കോണമിന്റെ എക്സാക്ട് പോയിന്റ് ഓഫ് ഓപ്പറേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എങ്ങനെയാണ്, എത്ര നന്നായിട്ടാണ് ആ ഒരു എക്കോണമി അവരുടെ റിസോഴ്സസിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിന് അനുസരിച്ചിരിക്കും. Economy will operate on PPF only when resources are fully and efficiently utilized. എക്കോണമി ഓപ്പറേറ്റ് ചെയ്യുക ഈ ഒരു PPF കർവിന്മേൽ ഓപ്പറേറ്റ് ചെയ്യുക എവിടെയാണ്, ഓൺലി വെൻ റിസോഴ്സസ് ആർ ഫുള്ളി ആൻഡ് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ്ഡ്. ആ ഒരു ഇക്കോണമി അവർക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസിനെ ഫുള്ളി ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ആ ഒരു PPFന്മേൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയൂ. ഇക്കോണമി വിൽ ഓപ്പറേറ്റ് അറ്റ് any point inside PPF if resources are not fully and efficiently utilized. അപ്പം ആ ഒരു ഇക്കോണമി അല്ലെങ്കിൽ ഒരു ഫേം അവർക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സസിനെ ഫുള്ളി ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എവിടെയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക, ആ ഒരു PPFനകത്തായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. Economy cannot operate at any point outside PPF as it is unattainable with the available productive capacity. അതായത് PPF ആ ഒരു കർവിൻ്റെ അപ്പുറത്തേക്ക് ബിയോണ്ട് PPF എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇക്കോണമിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് അവർക്ക് അൺഅറ്റൈനബിൾ ആണ്. അവർക്ക് ലഭ്യമായിട്ടുള്ള പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിക്ക് അപ്പുറത്താണ് ആ ഒരു കാര്യം വരുന്നത്. ഇറ്റ് മീൻസ് economy can either operate on PPF or inside PPF known as attainable combinations. അതായത് അറ്റൈനബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇക്കോണമി PPFന്മേലോ അല്ലെങ്കിൽ PPFനകത്തോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻസ് ആണ് അറ്റൈനബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. ബട്ട് എക്കോണമി കനോട്ട് ഓപ്പറേറ്റ് ഔട്ട്സൈഡ് PPF നോൺ ആസ് അൺഅറ്റൈനബിൾ കോമ്പിനേഷൻസ്. എക്കോണമിക്ക് എന്ത് ചെയ്യാനാവില്ല, ആ ഒരു PPFന് അപ്പുറത്തേക്ക് ഔട്ട്സൈഡ് PPF ഓപ്പറേറ്റ് ചെയ്യാനാവില്ല. ആ ഒരു കോമ്പിനേഷൻസിന് അല്ലെങ്കിൽ PPCക്ക് അപ്പുറത്തുള്ള കോമ്പിനേഷൻസ് ആണ് അൺഅറ്റൈനബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. ഇനി അറ്റൈനബിൾ ആൻഡ് അൺഅറ്റൈനബിൾ കോമ്പിനേഷൻസ് എന്താണ്, അറ്റൈനബിൾ ആൻഡ് അൺഅറ്റൈനബിൾ കോമ്പിനേഷൻസ് എന്ന് PPC വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. Let us clear the concept of attainable and unattainable combinations with the help of figure. ഇവിടെ ഇതെന്താണ്, PPC ആണ് അല്ലേ. ഒരു ഇക്കോണമിക്ക് എന്ത് ചെയ്യാം, ഈ PPCന്മേലുള്ള ഏതൊരു കോമ്പിനേഷനും ചൂസ് ചെയ്യാം. എയോ ബിയോ സിയോ ഡിയോ. ഇനി ഇതിനകത്തുള്ള ഇതിൻ്റെ എക്കും ബിക്കും ഇടയിലുള്ള ബിക്കും സിക്കും ഇടയിലുള്ള അല്ലെങ്കിൽ എക്ക് അപ്പുറത്തുള്ള ഈ PPCന്മേൽ ലൈ ചെയ്യുന്ന ഏതൊരു കോമ്പിനേഷനും ആർക്ക് അറ്റൈനബിൾ ആണ്, ഈ ഒരു ഇക്കോണമിക്കോ അല്ലെങ്കിൽ ഒരു ഫേമിനോ അറ്റൈനബിൾ ആണ്. അറ്റൈനബിൾ ആണെന്ന് മാത്രമല്ല, PPCന്മേലുള്ള PPCയിലെ എല്ലാ കോമ്പിനേഷൻസും എന്താണ്, മാക്സിമം പ്രോഫിറ്റ് നൽകുന്ന അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് നൽകുന്ന ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ആണ് PPF കാണിക്കുന്നത്. എന്നാൽ PPFനകത്തുള്ള ഈ ഒരു PPC കർവിന് അല്ലെങ്കിൽ PPFന് അകത്തുള്ള
ഏതൊരു പോയിന്റും, ഇനിയിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ഇ എന്ന് പറയുന്ന ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ആവട്ടെ, ഇതിനകത്തുള്ള ഏതൊരു പോയിന്റും എന്താണ് കാണിക്കുന്നത്? ഒരു എക്കോണമീനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഫേമിനെ സംബന്ധിച്ച് അറ്റൈനബിൾ ആയിട്ടുള്ള കോമ്പിനേഷനാണ്. പക്ഷെ എന്തല്ല, എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷനല്ല. ഇനി PPCക്ക് പുറത്തുള്ള, ഈ PPC ലൈനിന് അപ്പുറത്തുള്ള എഫ് പോലുള്ള ഇവിടെയുള്ള കോമ്പിനേഷൻസ് എന്താണ് കാണിക്കുന്നത്? അത് ഒരിക്കലും ഒരു ഫേമിനോ ഒരു ഇക്കോണമിക്കോ അറ്റൈൻ ചെയ്യാനാവില്ല. അവരുടെ റിസോഴ്സിന് അപ്പുറത്തുള്ള ഒരു പോയിന്റാണ് ഇത്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയനെ അൺഅറ്റൈനബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. അറ്റൈനബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദോസ് കോമ്പിനേഷൻസ് അറ്റ് വിച്ച് ഇക്കോണമി ക്യാൻ ഓപ്പറേറ്റ്. ഇക്കോണമിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന കോമ്പിനേഷൻസ് ആണ് അറ്റൈനബിൾ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്. there can be two attainable options. എന്തുണ്ട്? two attainable options ഉണ്ട്. ഒന്ന്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യാം, വേണമെങ്കിൽ ഒരു ഇക്കോണമിക്ക് ഒപ്റ്റിമം, അവർക്ക് കിട്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. If the resources are used in the best possible manner, then economy will operate at any point like A, B, C or D on PPF. ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇക്കോണമി അല്ലെങ്കിൽ ഒരു ഫേം അവർക്ക് ലഭ്യമായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫേം അല്ലെങ്കിൽ ആ ഒരു ഇക്കോണമി എവിടെയായിരിക്കും പ്രൊഡക്ഷൻ നടത്തുക? ഈ PPFന്മേലുള്ള ഏതൊരു പോയിന്റും, എയോ ബിയോ സിയോ ഡിയോ ആവട്ടെ, ഈ ഒരു PPFന്മേലുള്ള ഏതൊരു പോയിന്റിലും അവർക്ക് പ്രൊഡക്ഷൻ നടത്താം. ഈ PPFന്മേലുള്ള ഏതൊരു പോയിന്റും എന്തിനെ കാണിക്കുന്നു? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സിനെയാണ് കാണിക്കുന്നത്. ഇനി അറ്റൈനബിൾ കോമ്പിനേഷൻസ് മറ്റൊരു രീതിയിലും കൂടെ നമുക്ക് പറയാം. ഇന്നെഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. എന്താ ചെയ്യാം? റിസോഴ്സസിന് അവർക്ക് ഇന്നെഫിഷ്യൻ്റ് ആയിട്ടും കാര്യക്ഷമമല്ലാതെയും യൂട്ടിലൈസ് ചെയ്യാനാവും. അതും അറ്റൈനബിൾ കോമ്പിനേഷൻസ് തന്നെയാണ്. However, the actual production can fall short of its capabilities. അപ്പം ഈ ഒരു ആക്ച്വൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു ഫേമിന് അല്ലെങ്കിൽ ഇക്കോണമിക്ക് കേപ്പബിൾ ആയിട്ടുള്ള, ഇക്കോണമിയുടെ കഴിവിനേക്കാളും കുറവായിരിക്കും ആ ഒരു ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിൽ ഇന്നെഫിഷ്യൻ്റ് ആയിട്ട് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. If there is weightages or inefficient utilization of resources, then economy will operate at any point inside the PPF like E. അതായത് ഇന്നെഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റിസോഴ്സസിനെ വേസ്റ്റേജ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇക്കോണമി എവിടെ പ്രൊഡ്യൂസ് ചെയ്യും? ഈ ഒരു PPCക്ക് അകത്തുള്ള ഏതൊരു പോയിന്റിലും ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിളായിട്ട് ഇ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ഒരു ഇ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇക്കോണമീനെ സംബന്ധിച്ച് അറ്റൈനബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇ എന്ന് പറയുന്നത്. പക്ഷെ അറ്റൈനബിൾ ആണെങ്കിൽ കൂടി ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആണ് ആക്ച്വലി നടക്കുന്നത്. ഇനി അൺഅറ്റൈനബിൾ കോമ്പിനേഷൻസ് ഏതാണെന്ന് നോക്കാം. With the given amount of available resources, it is impossible for the economy to produce any combinations more than the given possible combinations. That means an economy can never operate at any point outside the PPF like F. അതായത് ഒരു ഇക്കോണമീനെ സംബന്ധിച്ച് അവർക്ക് ലഭ്യമായിട്ടുള്ള, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയൂ? ഈ ഒരു PPCന്മേലുള്ള കോമ്പിനേഷൻസ് മാത്രമേ മാക്സിമം ആയിട്ട് അവർക്ക് എംപ്ലോയ് ചെയ്യിപ്പിക്കാൻ കഴിയൂ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ കഴിയൂ. ഈ ഒരു PPCക്ക് അപ്പുറത്തുള്ള ഔട്ട്സൈഡ് ഓഫ് PPC അവർക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് അൺഅറ്റൈനബിൾ കോമ്പിനേഷൻ ആണെന്ന് പറയുന്നത്. കാരണം ഇത്രത്തോളം റിസോഴ്സസ് അവരുടെ കയ്യിൽ ലഭ്യമല്ല എന്നുള്ളതാണ് അതിന് അർത്ഥം. ഫോർ ആൻ ഇക്കോണമി ഓൾവേസ് പ്രൊഡ്യൂസസ് ഓൺ ബട്ട് നോട്ട് ഇൻസൈഡ് എ PPF. ഒരു കാര്യക്ഷമമായിട്ടുള്ള ഇക്കോണമി, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇക്കോണമി എപ്പോഴും എന്തായിരിക്കും? ഓൺ PPCയിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് PPFനെ ഇൻസൈഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇക്കോണമി ഒരിക്കലും എഫിഷ്യൻ്റ് ഇക്കോണമി ആണെന്ന് പറയാനാവില്ല. PPF ആൻഡ് MRT.
PPF-ഉം MRT-യും നമുക്കൊന്ന് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് നോക്കാം. നമ്മൾ PPF എന്താണെന്ന് കണ്ടു, അതുപോലെ MRT എന്താണെന്ന് കണ്ടു അല്ലെ. MRT എന്ന് പറയുന്നത് ആക്ച്വലി PPF-ന്റെ സ്ലോപ്പാണ്. അത് നമ്മൾക്ക് ഈ ഒരു PPF ഗ്രാഫ് വെച്ചിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. We can measure MRT on the PPF. For example, MRT between the possibilities D and E is equal to DH divided by HE, and between E and F it is equal to EI divided by IF and so on. MRT എന്ന് പറയുന്നത് DE എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ഡിയിൽ നിന്നും ഇയിലേക്ക് ചേഞ്ച് ചെയ്താൽ ഈ ഡിയിൽ നിന്നും ഇയിലേക്കുള്ള കോമ്പിനേഷനാണ് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഇക്കോണമി ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇക്കോണമീനെ സംബന്ധിച്ച് അവരുടെ MRT എന്ന് പറയുന്നത് എങ്ങനെ മെഷർ ചെയ്യാം? DH അല്ലെ, ഡെൽറ്റ വൈ അല്ലെങ്കിൽ ഡെൽറ്റ ഗൺസ് എന്ന് പറയുന്നത് DH ഡിവൈഡഡ് ബൈ HE എന്നുള്ളതാണ്. ഇനി അതുപോലെ ഇയിൽ നിന്നും എഫിലേക്ക് മാറിയാൽ EI ഡിവൈഡഡ് ബൈ IF ആയിട്ട് മാറും. We know PPF is concave shaped. The slope of PPF is a measure of the MRT അല്ലെ. കോൺകേവ് ഷേപ്പ് ആണ് എന്ത്? PPF അല്ലെങ്കിൽ PPC എന്ന് പറയുന്നത്. MRT എന്താണ്? MRT എന്ന് പറയുന്നത് PPCയുടെ അല്ലെങ്കിൽ PPF-ന്റെ സ്ലോപ്പാണ്. Since the slope of a concave curve increases as we move downwards, നമ്മൾക്കറിയാം സ്ലോപ്പ് അതായത് MRT എന്ന് പറയുന്നത് ഈ താഴേക്ക് പോകും തോറും, എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യും തോറും, ബിയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്യും തോറും, സിയിൽ നിന്ന് ഡിയിലേക്ക് മൂവ് ചെയ്യും തോറും ഈ MRT എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസിങ് സംഭവിക്കുന്നു. The MRT also rises as we move downwards along the curve. താഴേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നു? MRT-യിൽ റൈസിംഗ് സംഭവിക്കുന്നു. നെക്സ്റ്റ്, ആൻഡ് PPF be a straight line. ഒരു PPF-ന് സ്ട്രൈറ്റ് ലൈൻ ആവാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ. നമ്മൾ കണ്ടിരുന്നു PPF-ന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺകേവ് ടു ഒറിജിൻ ആണല്ലേ. അങ്ങനെ ഒരു PPF-ന് സ്ട്രൈറ്റ് ലൈൻ ആവാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. PPF can be a straight line if we assume that MRT is constant. എന്താണ്? PPF-ന് സ്ട്രൈറ്റ് ലൈൻ ആവാൻ കഴിയും എങ്ങനെയാണെങ്കിൽ MRT കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ PPF സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു PPF കോൺകേവ് ടു ഒറിജിൻ ആയ സമയത്ത് MRT എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആയിരുന്നു അല്ലെ. MRT ഇൻക്രീസിങ് ആയിരുന്നു. പക്ഷെ ഈ MRT കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ PPF ഏത് ഷേപ്പ് ആയിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. സെയിം എമൗണ്ട് ഓഫ് എ കമ്മോഡിറ്റി ഈസ് സാക്രിഫൈസ് ടു ഗെയിൻ ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് അനദർ കമ്മോഡിറ്റി. MRT കോൺസ്റ്റന്റ് ആണ് എന്നതിനർത്ഥം എന്താണ്? സെയിം കമ്മോഡിറ്റി ആയിരിക്കും നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്. അഡീഷണൽ യൂണിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, ഒരു കമ്മോഡിറ്റിയുടെ അഡീഷണൽ യൂണിറ്റ് നമ്മൾക്ക് ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്നുള്ളതാണ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു PPF കൊണ്ട് അല്ലെങ്കിൽ PPC കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ദാറ്റ് മീൻസ് MRT ഈസ് കോൺസ്റ്റന്റ്. It is possible only when we assume that all the resources are equally efficient in production of all goods. ഇത് പോസിബിൾ ആവുക അല്ലെങ്കിൽ MRT കോൺസ്റ്റന്റ് ആവുക ഏത് സമയത്താണ്? നമ്മളെ റിസോഴ്സസ് എല്ലാം ഈക്വലി എഫിഷ്യൻ്റ് ആണ്, പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന റിസോഴ്സസ് എല്ലാം ഈക്വലി എഫിഷ്യൻ്റ് ആണ് എന്നുള്ള സമയത്താണ് ഈ ഒരു MRT കോൺസ്റ്റന്റ് ആയിട്ട് മാറുക. ഇൻ സച്ച് കേസ് PPF വിൽ ബി എ സ്ട്രൈറ്റ് ലൈൻ ആസ് ഷോൺ ഇൻ ഫിഗർ. അത്തരം ഒരു കേസിൽ എന്തായിരിക്കും? ഇതുപോലുള്ളൊരു MRT കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് ഇതുപോലുള്ളൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും PPF അല്ലെങ്കിൽ PPC. Can PPF be convex to the origin? ഇനി PPF-ന് അല്ലെങ്കിൽ PPC-ക്ക് കോൺവെക്സ് ടു ഒറിജിൻ, നമ്മുടെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഒക്കെ ഷേപ്പ് പോലെ, ഐസോകോളിൻ്റെ ഒക്കെ ഷേപ്പ് പോലെ കോൺവെക്സ് ടു ഒറിജിൻ ആവാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. PPF can be convex to the origin if MRT is decreasing. MRT ഡിക്രീസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ PPF-ന് ഏത് ഷേപ്പ് ആയിരിക്കും? കോൺവെക്സ് ടു ഒറിജിൻ ആയിരിക്കും. That means less and less units of a commodity are sacrificed to gain an additional unit of another commodity.
അതിനർത്ഥം MRT ഡിക്രീസിങ് ആണ് എന്നുള്ളതിനർത്ഥം എന്താണ്? അഡീഷണൽ ആയിട്ടുള്ള ഒരു ഗുഡിൻ്റെ അഡീഷണൽ യൂണിറ്റ് നമുക്ക് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ അളവ് കുറഞ്ഞു വരണം എന്നുള്ളതാണ്. ഒന്നിന് പകരം ഒന്ന് എക്സ്ട്രാ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 5 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തു. ഇനി ഒരു യൂണിറ്റും കൂടെ എക്സ്ട്രാ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? 4 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്താൽ മതി. വീണ്ടും എക്സ്ട്രാ 1 കിട്ടാൻ 3 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്താൽ മതി. അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ തോത് കുറയാണ് എന്നുണ്ടെങ്കിൽ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറഞ്ഞു വരികയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് MRT എന്തായിരിക്കും? ഡിക്രീസിങ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ PPFന് അല്ലെങ്കിൽ PPCക്ക് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും വരുന്നത്. ഇൻ സച്ച് കേസ് PPF വിൽ ബി എ കോൺവെക്സ് ഷേപ്ഡ് കർവ് ആസ് ഷോൺ ഇൻ ഫിഗർ. It must be noted that both these situations, that is PPF being a straight line or convex shape, would not arise as MRT always increase. അതായത് ആക്ച്വൽ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ PPF അല്ലെങ്കിൽ PPC സ്ട്രൈറ്റ് ലൈനോ കോൺവെക്സോ ആവില്ല. കാരണം MRT എന്ന് പറയുന്നത് ഓൾവേസ് ഇൻക്രീസിങ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് PPF ഈസ് ഓൾവേസ് കോൺകേവ് ഷേപ്ഡ്. അപ്പം സ്ട്രൈറ്റ് ലൈൻ ആവണമെന്നുണ്ടെങ്കിൽ MRT കോൺസ്റ്റന്റ് ആവണം. കോൺവെക്സ് ഷേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ MRT ഡിക്രീസിങ് ആവണം. ഈ 2 കാര്യവും ആക്ച്വലി സംഭവിക്കില്ല. എപ്പോഴും MRT ആയിരിക്കും ഇൻക്രീസിങ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാ സമയത്തും ഓൾവേസ് കോൺകേവ് ഷേപ്പ്ഡ് ആയിരിക്കും PPF എന്നുള്ളതാണ്. PPF ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, നമ്മുടെ നേരത്തെ കണ്ട മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടല്ലോ, എന്താണ് PPFും ഓപ്പർച്യൂണിറ്റി കോസ്റ്റും തമ്മിലുള്ള ബന്ധമെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ദി ഓൾട്ടർനേറ്റീവ് ദാറ്റ് മസ്റ്റ് ബി ഗിവൺ അപ്പ് ടു പ്രൊഡ്യൂസ് ദാറ്റ് പ്രോഡക്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓൾട്ടർനേറ്റീവ് ആണ്. ദാറ്റ് മസ്റ്റ് ബി ഗിവൺ അപ്പ് ടു പ്രൊഡ്യൂസ് ദാറ്റ് പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിവൺ അപ്പ് ചെയ്യുന്ന ആ ഒരു കമ്മോഡിറ്റിയുടെ തോത്, അളവിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. PPF ഇല്ലുസ്ട്രേറ്റ് ദി കോൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. PPF എന്താണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിനെയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് മോർ ബട്ടർ ഈസ് ഫീവർ ഗൺസ്. അല്ലേ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് മോർ ബട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഫീവർ ഗൺസ് ആണ്. ആസ് വി മൂവ് ഫ്രം E to F, ഇയിൽ നിന്നും എഫിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇയിൽ നിന്നും എഫിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇയിൽ എന്തായിരുന്നു? 4 യൂണിറ്റ്സ് ഓഫ് ബട്ടർ ആൻഡ് 12 യൂണിറ്റ്സ് ഓഫ് ഗൺസ് ആയിരുന്നു നമ്മളെ ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഇനി ഈ ഇയിൽ നിന്നും എഫിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് 5 യൂണിറ്റ്സ് ഓഫ് ബട്ടർ, അല്ലേ, ബട്ടറിൻ്റെ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു. 4ൽ നിന്നും 5 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ആ സമയത്ത് എന്ത് ചെയ്തു? ഗൺസ് 12ൽ നിന്നും 6 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. The production of butter rises from 4 units to 5 units, but the number of guns decreases from 12 units to 6 units. That means opportunity cost of the 5th unit of butter is sacrifices of 5 units of guns. Lab. നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 യൂണിറ്റ് ഓഫ് ബട്ടർ എക്സ്ട്രാ കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെ, 5th യൂണിറ്റ്, അതായത് 4th നിന്നും 5th യൂണിറ്റ് ആയിട്ട് ബട്ടർ ഇൻക്രീസ് ചെയ്തപ്പോൾ 1 യൂണിറ്റ് ഓഫ് ബട്ടർ അഡീഷണൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? 12ൽ നിന്നും 6 ആയിട്ട് ഗൺസിൻ്റെ എണ്ണം കുറയ്ക്കേണ്ടതായിട്ട് വരും. ദാറ്റ് മീൻസ് 5 ഗൺസ് ആണ് എന്ത് നമ്മുടെ റെഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുന്നത്. ഈ സാക്രിഫൈസ് ചെയ്യുന്ന 5 ഗൺസ് ആണ് എന്ത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ 5th യൂണിറ്റ് ഓഫ് ബട്ടറിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? 5 ഗൺസ് ആണ്. നെക്സ്റ്റ്, PPF ആസ് ട്രാൻസ്ഫോർമേഷൻ കർവ്. PPF എന്നത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കർവ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. Slope of PPF indicates this is or difficult in transforming one good into another. അല്ലേ? PPF എന്താണ്? സ്ലോപ്പ് ഓഫ് PPF എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈസ് ഓർ ഡിഫിക്കൽട്ടി ഇൻ ട്രാൻസ്ഫോമിങ് വൺ ഗുഡ് ടു അനദർ. അതായത് 1 ഗുഡും 2 ഗുഡുകൾ തമ്മിൽ ട്രാൻസ്ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഡിഫിക്കൽട്ടിനെയോ അല്ലെങ്കിൽ ഈസിനെസ്സിനെയോ ആണ് ഒരു PPFന്റെ സ്ലോപ്പ് ആയിട്ടുള്ള MRT മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മൾ ഗെയിൻ ചെയ്യുന്ന ഗുഡും സാക്രിഫൈസ് ചെയ്യുന്ന ഗുഡും അതിൻ്റെ റേഷ്യോനെയാണ് MRT കാണിക്കുന്നത്. ഇൻ ദി ഗിവൺ എക്സാമ്പിൾ, വെൻ വി മൂവ് ഡൗൺ ദി കർവ് we transform guns into butter and we move up we transform butter into guns. അല്ലേ, നമ്മൾ താഴേക്ക് സഞ്ചരിക്കും തോറും എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ താഴേക്ക് പോകും തോറും അഡീഷണൽ ഗൺസിന് വേണ്ടിയിട്ട് ബട്ടറിന് വേണ്ടിയിട്ട് ഗൺസിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യാണ്. ഇനി മുകളിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കുന്നു? അഡീഷണൽ ഗൺസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബട്ടറിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് ദിസ് റീസൺ PPF ഈസ് നോൺ ആസ് ട്രാൻസ്ഫോർമേഷൻ കർവ്. അതുകൊണ്ടാണ് നമ്മൾ PPFനെ ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇത് ട്രാൻസ്ഫോം ചെയ്യാണ്. ഒരു ഗുഡ്, രണ്ട് ഗുഡുകൾ തമ്മിൽ ട്രാൻസ്ഫോമിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് PPFനെ ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് അറിയപ്പെടുന്നത്. ചേഞ്ച് ഇൻ PPFൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. PPF is based on the assumption that resources of an economy are fixed. നമ്മൾ നേരത്തെ PPFന്റെ അസംഷൻ കണ്ട സമയത്ത് കണ്ടിരുന്നു, ഇക്കോണമിയിലെ റിസോഴ്സസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. However, in this changing world, the productive capacity of an economy is constantly changing due to increase or decrease in resources. നമ്മുടെ ആക്ച്വൽ വേൾഡിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു എക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. എങ്ങനെ? ചേഞ്ചിങ് ഡ്യൂ ടു കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ആയിരിക്കും. കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ഡ്യൂ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ റിസോഴ്സസ്. നമ്മൾ ഒരു ഇക്കോണമിനെ അസ്യൂം ചെയ്തത് ഇക്കോണമിയിലെ റിസോഴ്സസ് ഫിക്സ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വൽ വേൾഡിൽ ആ റിസോഴ്സസിൽ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ സംഭവിക്കാം. ആ ഇൻക്രീസിങ്ങിനും ഡിക്രീസിങ്ങിനും അനുസരിച്ച് ഇക്കോണമിയിലെ കപ്പാസിറ്റി, ഒരു ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ആയിരിക്കും. സച്ച് ചേഞ്ചസ് ഇൻ റിസോഴ്സസ് ലീഡ് ടു ചേഞ്ച് ഇൻ PPF. അത്തരത്തിലുള്ള ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് PPFലും എന്ത് സംഭവിക്കും? ചേഞ്ച് സംഭവിക്കും. ദി ചേഞ്ച് ഇൻ PPF ഇൻഡിക്കേറ്റ്സ് either an increase or a decrease in the productive capacity of the economy. PPFലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അത് ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിൽ ഉണ്ടാവുന്ന ഇൻക്രീസിങ്ങിനെയോ ഡിക്രീസിങ്ങിനെയോയാണ് PPFൽ ഉണ്ടാവുന്ന ചേഞ്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ദി ചേഞ്ച് ഇൻ PPF ക്യാൻ ബി ഓഫ് 2 types. PPFൽ ഉണ്ടാവുന്ന ചേഞ്ചസ് 2 types ആണ് മെയിൻലി. ഏതൊക്കെയാണ്? ഷിഫ്റ്റ് ഇൻ PPF, ഒന്നെങ്കിൽ PPF ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൊട്ടേഷൻ ഓഫ് PPF റൊട്ടേറ്റ് ചെയ്യാം. Shift in PPF. What is shift in PPF? PPF will shift when there is change in productive capacity, that resources or technology, with respect to both the goods. രണ്ട് ഗുഡ്സിൻ്റെയും രണ്ട് ഗുഡ്സിനെയും അനുസരിച്ച് രണ്ട് ഗുഡ്സിൻ്റെയും കൂടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ആ സമയത്താണ് ഷിഫ്റ്റ് ഇൻ PPF സംഭവിക്കുന്നത്. രണ്ട് ഗുഡ്സിലും ഉണ്ടാവുന്ന ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ എന്താണ് കാണിക്കുന്നത്? പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് കാണിക്കുന്നത്. അങ്ങനെ രണ്ട് ഗുഡ്സിലും ഉണ്ടാവുന്ന ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് PPF ഷിഫ്റ്റ് ചെയ്യും. ദെൻ റൊട്ടേഷൻ ഓഫ് PPF. വാട്ട് ഈസ് റൊട്ടേഷൻ ഓഫ് PPF? PPF will rotate when there is change in productive capacity with respect to only one good. ഒരു ഗുഡിൻ്റെ മാത്രം കേസിൽ, ഒരു ഗുഡിൻ്റെ പ്രൊഡക്ഷനാണ് ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ നടക്കുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്? എക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ആ ഗുഡിൽ മാത്രം ചേഞ്ച് വരും. അതുകൊണ്ട് ആ സമയത്ത് ഒരു ഗുഡിൽ മാത്രമാണ് നമ്മൾ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ സംഭവിക്കുന്നതെങ്കിൽ റൊട്ടേഷൻ ഓഫ് PPF ആണ് ഉണ്ടാവുന്നത്. നോക്കാം. ഷിഫ്റ്റ് ഇൻ PPF. ദി PPF ക്യാൻ ഷിഫ്റ്റ് either towards right or towards left when there is change in resources or technology with respect to both goods. അതായത് ഷിഫ്റ്റ് ഇൻ PPF എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലെഫ്റ്റിലേക്കാവാം അല്ലെങ്കിൽ റൈറ്റിലേക്കാവാം. അത് എന്തിനനുസരിച്ചായിരിക്കും? റിസോഴ്സസും ടെക്നോളജിയും അല്ലെ, ബോത്ത് ഗുഡ്സിലും ഉണ്ടാവുന്ന ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ അതിനനുസരിച്ച്. ഇക്കോണമിയിലെ റിസോഴ്സസും ടെക്നോളജിയും വെച്ച് ബോത്ത് ഗുഡ്സിലും ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ സംഭവിക്കുന്നത് എന്നതിനനുസരിച്ച് PPF റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്യും.
റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ PPF. PPFൽ ഉണ്ടാകുന്ന റൈറ്റ്വേർഡ് ഷിഫ്റ്റ് എങ്ങനെയാണ്? വെൻ ദർ ഈസ് അഡ്വാൻസ്മെന്റ് ഓഫ് ടെക്നോളജി ഓർ ആൻ ഇൻക്രീസ് ഇൻ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഇൻ റെസ്പെക്ട് ടു ബോത്ത് ഗുഡ്സ് ദെൻ PPF വിൽ ഷിഫ്റ്റ് ടു ദി റൈറ്റ്. അതായത് ടെക്നോളജി ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇക്കോണമിക്ക് രണ്ട് ഗുഡ്സിൻ്റെയും കൂടുതൽ ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ PPF എന്ത് ചെയ്യും? ഇതുപോലെ റൈറ്റിലേക്ക് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ഈസ് ഇൻക്രീസ് ഇൻ റിസോഴ്സസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ബട്ടർ ആൻഡ് ഗൺസ് വി ക്യാൻ പ്രൊഡ്യൂസ് മോർ ഓഫ് ബോത്ത് ഗുഡ്സ്. അല്ലേ? ഒരു ഇക്കോണമിക്ക് ബട്ടറും ഗൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് കൂടുതൽ ലഭ്യമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബട്ടറിൻ്റെയും ഗൺസിൻ്റെയും കൂടുതൽ യൂണിറ്റ്സ് ഇക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ആ സമയത്ത് PPF എന്താവും? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇൻ സച്ച് കേസ് എക്സിസ്റ്റിംഗ് PPF വിൽ ഷിഫ്റ്റ് ടു ദി റൈറ്റ് represented by P1 in figure. ഓൾറെഡി ആദ്യത്തെ ഇനീഷ്യൽ PPF എന്ന് പറയുന്നത് PP ആയിരുന്നു. ആ PP നമ്മുടെ റിസോഴ്സസ് ഇൻക്രീസ് ചെയ്തത് കാരണം ഗൺസിൻ്റെയും ബട്ടറിൻ്റെയും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. ആ സമയത്ത് PPF റൈറ്റ് വേർഡ് അല്ലെങ്കിൽ ഔട്ട് വേർഡ് ഷിഫ്റ്റ് ചെയ്യും ആസ് P1. ഇതാണ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ PPF. ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ PPF. എങ്ങനെയാണ് PPFന്റെ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നത്? PPF വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് when there is a technological degradation and or decrease in resources with respect to both goods. അതായത് ഒരു ഇക്കോണമിയുടെ കയ്യിൽ രണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള റിസോഴ്സസിൽ കുറവ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ ഇക്കോണമിക്ക് ബട്ടറിൻ്റെയും ഗൺസിൻ്റെയും അല്ലെങ്കിൽ രണ്ട് ഗുഡ്സിൻ്റെ യൂണിറ്റ്സ് കുറഞ്ഞ തോതിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കൂ. ആ സമയത്ത് എന്ത് സംഭവിക്കും? ആ ഒരു PPF ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇൻവേർഡ് ഷിഫ്റ്റ് സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, ഡിസ്ട്രക്ഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ആൻ earthquake will reduce the productive capacity and as a result PPF will shift to the left from PP to P1. ഒരു earthquake ഉണ്ടായി, ഒരു ഇക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ earthquake ഉണ്ടായി. ആ സമയത്ത് റിസോഴ്സസ് ഡിസ്ട്രക്ഷൻ സംഭവിച്ചു. കയ്യിലുണ്ടായിരുന്ന റിസോഴ്സസ് നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് എന്താണ്? ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ബട്ടർ ഗൺസ് എന്ന് പറയുന്ന 2 ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കുറയും. കാരണം റിസോഴ്സസിന്റെ അഭാവം മൂലം ബട്ടറിന്റെയും ഗൺസിന്റെയും കുറഞ്ഞ അളവ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കൂ. അപ്പോൾ എന്ത് ചെയ്യും? ഇനീഷ്യൽ എന്നുള്ള PPFൽ നിന്നും ന്യൂ ആയിട്ടുള്ള ഒരു P1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു PPF ഇൻവേർഡ് ആയിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും. ഇതാണ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഇൻ PPF എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് റൊട്ടേഷൻ ഓഫ് PPF? PPFന്റെ റൊട്ടേഷൻ എന്താണ്? ഇറ്റ് ഹാപ്പൻസ് വെൻ ദർ ഈസ് ചേഞ്ച് ഇൻ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഓൺലി വൺ ഗുഡിന്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റൊട്ടേഷൻ ഓഫ് PPF എന്ന് പറയുന്നത്. ദി റൊട്ടേഷൻ ക്യാൻ ബി either ഫോർ ദി കമ്മോഡിറ്റി ഓൺ ദി X ആക്സിസ് ഓർ ഫോർ കമ്മോഡിറ്റി ഓൺ ദി Y ആക്സിസ്. റൊട്ടേഷൻ എങ്ങോട്ടാവാം? X ആക്സിസിലേക്കാവാം അല്ലെങ്കിൽ Y ആക്സിസിലേക്കും ആവാം. റൊട്ടേഷൻ ഫോർ കമ്മോഡിറ്റി ഓൺ ദി X ആക്സിസ്. X ആക്സിസിലേക്കുള്ള റൊട്ടേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. When there is a technology improvement or an increase in resources for production of the commodity on the X-axis, say butter, then PPF will rotate from AB to AC. അതായത് ഇവിടെ X ആക്സിസിലുള്ള കമ്മോഡിറ്റിയുടെ, ഇവിടെ നമ്മുടെ എക്സാമ്പിളിൽ ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ടെക്നോളജിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. ഗൺസിന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ബട്ടറിന്റെ പ്രൊഡക്ഷനിലുള്ള ടെക്നോളജിയിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിൽ കൂടി. ആ സമയത്ത് എന്ത് ചെയ്യാൻ കഴിയും? ബട്ടറിന്റെ അളവ് കൂട്ടാൻ കഴിയും. ഗൺസിന്റെ അളവോ അതുപോലെ നിലനിർത്താനേ കഴിയും. ആ സമയത്ത് AB എന്ന് പറയുന്ന PPFൽ നിന്നും PPF AC ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഇതിന് ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ടെക്നോളജിയിലോ അല്ലെങ്കിൽ ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള റിസോഴ്സസിലോ കുറവാണ് സംഭവിക്കുന്നതെങ്കിൽ AB എന്നുള്ള PPF AD ആയിട്ട് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇൻവേർഡ് ഷിഫ്റ്റ് സംഭവിക്കും. ഇതാണ് റൊട്ടേഷൻ ഫോർ കമ്മോഡിറ്റി ഓൺ ദി X ആക്സിസ് എന്ന് പറയുന്നത്. ഇനി റൊട്ടേഷൻ
റൊട്ടേഷൻ ഫോർ കമ്മോഡിറ്റി ഓൺ ദി വൈ ആക്സിസ്. വൈ ആക്സിസിലേക്കുള്ള ഷിഫ്റ്റ് എങ്ങനെ സംഭവിക്കും? A technological improvement or an increase in resources for production of commodity on y-axis will rotate the PPF from AB to CB. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസിലോ ടെക്നോളജിയിലോ ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ ഗൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ടെക്നോളജി അല്ലെങ്കിൽ റിസോഴ്സസിൽ ഇൻക്രീസ് സംഭവിച്ചാൽ, നമ്മുടെ കയ്യിൽ ഗൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള റിസോഴ്സസ് കൂടിയാൽ എന്തു ചെയ്യും? വൈ ആക്സിസിലായിരിക്കും ഷിഫ്റ്റ് സംഭവിക്കുന്നത്. എ ബി എന്ന് പറയുന്ന ഇനീഷ്യൽ പി പി എഫിൽ നിന്നും എ സി എന്ന് പറയുന്ന ഒരു ന്യൂ പി പി എഫ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി അറ്റ് ദ സെയിം ടൈം നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ്, ഗൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് കുറയാണ് ചെയ്യുന്നതെങ്കിൽ എ ബി എന്ന് പറയുന്ന പി പി എഫ് എ ഡി ആയിട്ട് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇൻവേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് റൊട്ടേഷൻ ഫോർ കമ്മോഡിറ്റി ഓൺ ദി വൈ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഓവർവ്യൂ, എന്താണ് ഈ ഒരു പി പി എഫിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്നുള്ളതാണ്. PPF slopes downwards as an increase in production of one good requires decrease in production of the other. PPFന്റെ സ്ലോപ്പ് ഡൗൺവേർഡ്സ് ആണ്. കാരണം ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് വൺ ഗുഡ് എന്തെന്നെ ചെയ്യണം? മറ്റു ഗുഡിന്റെ അളവിൽ റെഡ്യൂസ് ചെയ്താലേ ഒരു ഗുഡിന്റെ അളവിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. PPF ഈസ് കോൺകേവ് ഷേപ്ഡ് ഡ്യൂ ടു ഇൻക്രീസിങ് MOC. നമ്മൾ പറഞ്ഞു മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന MOC ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് PPF ഓൾവേസ് കോൺകേവ് ഷേപ്ഡ്. Then PPF shows transformation of one good into another. PPF എന്താണ് കാണിക്കുന്നത്? ഒരു ഗുഡിൽ നിന്നും മറ്റൊരു ഗുഡിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കുന്നത്. നോട്ട് ഫിസിക്കലി ബട്ട് ബൈ ഡൈവേർട്ടിംഗ് റിസോഴ്സസ് ഫ്രം വൺ യൂസ് ടു അനദർ. അതായത് ഫിസിക്കലി ആയിട്ടല്ല, എങ്ങനെയാണ് ഒരു ഗുഡിൽ നിന്നും മറ്റൊരു ഗുഡിലേക്കുള്ള റിസോഴ്സസിന്റെ ട്രാൻസ്ഫോർമേഷൻ. അതുകൊണ്ട് PPF shows transformation and PPF is also known as transformation curve. PPF shows the maximum available possibilities. ഒരു ഇക്കോണമിക്ക് അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം പോസിബിലിറ്റീസ്, പ്രൊഡക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം പോസിബിലിറ്റീസിനെയാണ് PPF കാണിക്കുന്നത്. ദി എക്സാക്ട് പോയിന്റ് ഓഫ് ഓപ്പറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വെൽ ദി റിസോഴ്സസ് ഓഫ് ദി ഇക്കോണമി ആർ യൂസ്ഡ്. അതിൻ്റെ എക്സാക്ട് പോയിന്റ് ഓഫ് ഓപ്പറേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? എത്ര നന്നായിട്ടാണ് ഒരു ഇക്കോണമി, എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഒരു ഇക്കോണമി അവരുടെ കയ്യിലുള്ള റിസോഴ്സസിനെ, വിഭവങ്ങളെ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നതിന് അനുസരിച്ചായിരിക്കും അവരുടെ എക്സാക്ട് പോയിന്റ് ഓഫ് ഓപ്പറേഷൻ വരുന്നത്. If the economy operate on PPF, it means resources are fully and efficiently utilized. PPF എന്ന് പറയുന്ന ആ ഒരു കേവിനകത്ത്, ആ കേവിന്മേലാണ് ഒരു ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ ഒരു ഇക്കോണമി അവർക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. If the economy operates at any point inside PPF, it means resources are not fully and efficiently used. അതായത് ഒരു ഇക്കോണമി ആ PPFനകത്തുള്ള, PPF എന്ന് പറയുന്ന കേവിന് അകത്തുള്ള ഏതെങ്കിലും പോയിന്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ ഒരു ഇക്കോണമി തൻ്റെ കയ്യിലുള്ള റിസോഴ്സസിനെ അല്ലെങ്കിൽ ടെക്നോളജീസിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. Next, economy cannot operate at any point outside PPF as it is unattainable with the available productive capacity. ഒരു ഇക്കോണമിക്ക് ഒരിക്കലും ഈ ഒരു PPFന് അപ്പുറത്തേക്കുള്ള പോയിന്റ്സിൽ, അതായത് ഈ എന്ന് പറയുന്ന പോയിന്റ്സ് പോലുള്ള ഈ ഒരു പോയിന്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം അത് ആ എക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിക്ക് പുറത്ത് വരുന്ന കാര്യമാണ്. ആ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയുടെ അപ്പുറത്തേക്ക് ഒരിക്കലും ഒരു ഇക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഒരു വ്യക്തികളുടെ കാര്യമായാലും ആ വ്യക്തികളുടെ കഴിവിനനുസരിച്ച് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാനാവൂ. കഴിവിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല. An outward shift in PPF from PP to PP1 means that the economy can produce more of both the commodities which was not possible earlier. PPയിൽ നിന്നും P1 എന്നുള്ള ഔട്ട്വേർഡ് ഷിഫ്റ്റ് എന്താണ് കാണിക്കുന്നത്? ഒരു ഇക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ രണ്ട് ഗുഡ്സും ഒരേ സമയം കൂടുതൽ ആ ഒരു ഇക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. രണ്ട് ഗുഡിൻ്റെയും കൂടുതൽ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. An inward shift in PPF from PP to P2 means that the economy's capacity to produce both the commodities has reduced. ഇനി PPയിൽ നിന്നും P2 ആയിട്ട്
ഇൻവേർഡ് ഷിഫ്റ്റ് ആണ് PPCക്ക് സംഭവിക്കുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ ഒരു ഇക്കോണമിക്ക് 2 കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റിയിൽ കുറവ് സംഭവിച്ചു എന്നുള്ളതാണ്. ഇതാണ് PPFന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതോടുകൂടി PPF എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. Thank you for watching.